ല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം നഷ്ടപ്പെട്ടാൽ അതിന്റെ ബുദ്ധിമുട്ട് എത്ര വലുതായിരിക്കും എന്ന് അറിയാമല്ലോ. ഇപ്പൊ കൈയോ കാലോ നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി പോയാലും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇനിയൊരിക്കൽ പറയാം. ഈ തൈറോയിഡിന് വരുന്ന അസുഖം ഭേദമാക്കുന്നതിന് വലിയ കഴിവുണ്ട്. ഇതിൻ്റെ ഇലയായാലും പൂവായാലും. ഇലയാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഇല എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇല 2-3 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, ഇതിൻ്റെ തണ്ട് ഏകദേശം ഒരു 3 തണ്ടിൻ്റെ ഇങ്ങനെ ഉള്ള 3 തണ്ട്. ഈ 3 തണ്ടിൽ ഈ ഇലകൾ ഊരിയെടുത്ത്, ഇത് തണ്ടിലുള്ള ഇലകൾ, ഈ ഇലകൾ ഊരിയെടുത്ത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ സലാഡ് വെള്ളരി ജ്യൂസ് കുടിക്കുന്നതിൻ്റെ കൂടെ, സലാഡ് വെള്ളരി ജ്യൂസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്കത് പറയാം. സലാഡ് വെള്ളരി എന്ന് പറയുന്നത് ഒരു സർവ്വരോഗ സംഹാരിയാണ്. സലാഡ് വെള്ളരി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ